CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുഴിയിൽ വീണ് ഇനി ഒരാൾക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ആ കുഴിയിലിട്ട് മൂടുമെന്ന് അസീസ് ഭീമനാട്. കുമരമ്പത്തൂർ ഒലിപ്പുഴ റോഡ് തകർച്ചയിൽ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. വാഹനങ്ങളും പ്രതിഷേധക്കാർ തടഞ്ഞു. രേഖകളില്ലാതെ KSRTC ബസിൽ കടത്തുകയായിരുന്ന 8 ലക്ഷം രൂപയുമായി ഒരാളെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുവള്ളി വാവാട് സ്വദേശിയായ വലിയോട്ടിൻകര വീട്ടിൽ മുഹമ്മദാണ് പിടിയിലായത്. 1.5 വർഷമായി ഖത്തറിലെ ജയിലിൽ കഴിയുന്ന ഭർത്താവ് ചെമ്പൻ അബ്ദുൽ നാസറിനെ മോചിപ്പിക്കാൻ പൊതുജനങ്ങളുടെ സഹായം തേടി ഭാര്യ സുബൈദ. വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള അധികാരികൾക്ക് പരാതി നൽകിയതായും അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. ഇനിയുള്ള 10 ദിവസം മലയാളിയുടെ മനസ്സിലും മുറ്റത്തും പൂവിളിയും പൂക്കളവും നിറയും. ജാതിമത ഭേദമന്യേ ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കുഴിയിൽ വീണ് ഇനി ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ആ കുഴിയിലിട്ട് മൂടുമെന്ന് അസീസ് ഭീമനാട്. കുമരമ്പത്തൂർ ഒലിപ്പുഴ റോഡ് തകർച്ചയിൽ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. വാഹനങ്ങളും പ്രതിഷേധക്കാർ തടഞ്ഞു. 10ാം ക്ലാസ് പോലും പാസ്സാകാതെ വട്ടച്ചെമ്പിൽ സ്വർണം കിടത്തി പാവപ്പെട്ടവന്റെ സ്വപ്നമായ ഒരു കൂറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ പിച്ചച്ചട്ടിയിൽ പോലും കയ്യെത്ത് വാരിയ സ്വപ്ന സുരേഷിന്റെ ദല്ലാളായി, ഫാരിസ് അബൂബക്കർ എന്ന വൃക്കക്കച്ചവടക്കാരന്റെ ദല്ലാളായി, കേരളത്തെ ഒരു ഘട്ടത്തിൽ കട്ടുപിടിച്ച ലോട്ടറി മാഫിയ സഞ്ജിയ ഗോമർത്തിന്റെ കുത്തുകച്ചവടക്കാരനായി, ആദർശ രാഷ്ട്രീയത്തിലെ പലരെയും സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ വെട്ടിയെറിഞ്ഞും കെട്ടിയെറിഞ്ഞും 51 വെട്ടിവെച്ച് CPIയിൽ തള്ളിയ പിണറായി വിജയന്റെ ഭരണത്തിൽ ഇതാ ഉയർത്തിയുള്ള റോഡ് തകർന്നതിനെ തുടർന്ന് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. അപകടങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ജനകീയ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. KPCC പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരൻ വാങ്ങുന്ന ജോലിയുടെ ശമ്പളത്തിന്റെ കൂലി അത് സാധാരണക്കാർ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അവർ സർക്കാരിന്റെ മുഖം നോക്കാതെ നടപടിയെടുത്തില്ലെങ്കിൽ, സർക്കാരിന്റെ മുഖം നോക്കാതെ താൻ ചെയ്യേണ്ട ജോലി ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കാനുള്ള ശേഷിയും ക്ഷേമതയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്ന് വിളിച്ചുകൊള്ളുന്ന ഒരു കർമ്മസമരമായി ഈ സമരത്തെ ഞാൻ കാണുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ പോലീസ് പ്രതിപക്ഷ നേതാവിനെ മറ്റൊരു വഴിയിലൂടെയാണ് മണ്ണാർക്കാട് എത്തിച്ചതെന്ന് ഹരിഗോവിന്ദൻ പറഞ്ഞു. നമ്മുടെ അമ്മായിയപ്പന്റെ പോലീസ് മരുമോന്റെ റോഡിന്റെ കഥ കാണിച്ചു കൊടുക്കാതിരിക്കാൻ അദ്ദേഹത്തെ കൊണ്ടുപോയത് ഈ റോഡിൽ കൂടെയല്ല, അദ്ദേഹത്തെ കൊണ്ടുപോയത് 50 വഴി കൊണ്ടുപോയത് എനിക്ക് ഓർമ്മ വരെയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രതിപക്ഷ നേതാവിന്റെ പോലും ശ്രദ്ധയിൽപ്പെടുത്താത്ത രൂപത്തിൽ ഭരണത്തിന്റെ ആനുകൂല്യം പറ്റി പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ജനങ്ങളുടെ മനസ്സിലും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സിലും അറിയിക്കുന്ന ഒരു വഴിക്കാണ് നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിലുള്ള സമരം നടത്തിയിട്ടുള്ളത്. ഞാൻ ഏറ്റവും അടുത്ത പറയാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ രാഷ്ട്രപിതാവ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് 3 ദിവസം മുമ്പ് അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. പുസ്തകത്തിന്റെ പേര് കോൺഗ്രസിന്റെ ഭാവി എന്നാണ്.
പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. ഇനി ഏതെങ്കിലും കുഴിയിൽ വീണ് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ആ കുഴിയിലിട്ട് മൂടുമെന്നും കേസിനെ ഭയക്കുന്നില്ലെന്നും അസീസ് ഭീമനാട് വ്യക്തമാക്കി. അപ്പൊ സാധാരണക്കാർക്ക് എത്ര പ്രയാസപ്പെട്ട് നടന്നാലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഒരു 4 ദിവസത്തെ സമയം. ആ 4 ദിവസത്തിന് 8 ദിവസം സമയം കൊടുത്തു. 8 ദിവസത്തെ സമയം കൊടുത്തപ്പോ വീണ്ടും വിളിച്ചപ്പോ അദ്ദേഹം ഒരാഴ്ച സമയം ആവശ്യപ്പെടുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഏതെങ്കിലും ഗട്ടറിൽ വീണ് ഏതെങ്കിലും ആളുകളോ സ്കൂൾ കുട്ടികൾക്കോ പരിക്കോ അപകടമോ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആ കുഴിയിൽ കൊണ്ടുവന്ന് മൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എന്ത് കേസ് വന്നാലും പ്രശ്നമല്ല, എന്ത് തരത്തിലുള്ള കേസ് വന്നാലും അതിനെ നേരിടാൻ തയ്യാറാണ്. കാരണം ഈ സമരം ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്, ഈ നിൽക്കുന്ന പോലീസുകാർക്ക് വേണ്ടിയുള്ള സമരമാണ്. ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഈ നിൽക്കുന്ന വാഹനവുമായി ഈ റോഡിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ വേണം. ഇതിന്റെ ഈ മണ്ണാർക്കാട് സ്റ്റേഷന്റെ പരിധിയിൽ ഒന്ന് എത്തിച്ചേരണമെങ്കിൽ, തിരുവിതാംകൂറിൽ എത്തിച്ചേരണമെങ്കിൽ 1 മണിക്കൂർ സമയം. ഇടത്തനാട്ടുകാർ അതുപോലെ തന്നെ തിരുവിതാംകൂർ ഭാഗത്തേക്ക് മണ്ണാർക്കാടേക്ക് വരുന്നവർക്ക് ഭീമനാട് വഴി 55 ചുറ്റുവളഞ്ഞ് 5ഉം 8ഉം കിലോമീറ്റർ ദൂരത്തേക്ക് സഞ്ചരിക്കേണ്ട ഗതികേട്. ആ ഗതികേടിനിടെയാണ് സമരം. അതേസമയം മണ്ണാർക്കാട് MLA ഭരണപക്ഷത്തായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമായിരുന്നുവെന്നും എന്നാൽ MLAയെ കുറ്റപ്പെടുത്താൻ ആരും ശ്രമിക്കേണ്ടതില്ലെന്നും അസീസ് ഭീമനാട് പറഞ്ഞു. എൻ ശംസുദ്ദീൻ PWD കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ സമരം ചെയ്യും. അപ്പൊ അങ്ങനെ MLAയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ജനങ്ങളോടുള്ള ഈ വെല്ലുവിളി അതിനെന്തായാലും നിങ്ങൾ മെനക്കെടണ്ട. ഇപ്പൊ സാധാരണ മത്സ്യം വെള്ളം കിട്ടാതെ ഇങ്ങനെ പടഞ്ഞു നിൽക്കുന്ന സമയം മത്സ്യം തുള്ളി വെള്ളം ഒഴിച്ചാൽ വാലുകൊണ്ടും അതുപോലെ തന്നെ ചിറകൊണ്ടും ഇങ്ങനെ അടിക്കും ആ ജീവൻ നിലനിൽക്കാൻ വേണ്ടി. ചില യുവജന പ്രസ്ഥാനങ്ങളൊക്കെ വീണ് കിട്ടിയ അവസരം ഇപ്പോഴാണ് അവർക്ക് വാലും അതുപോലെ തന്നെ ചിറകും വരാനുള്ള ഒരു അവസരം. റോഡിന്റെ ഈ ദുരവസ്ഥയിൽ ഭരണപക്ഷ യുവജന സംഘടനകൾ എവിടെയാണെന്നും അദ്ദേഹം ചോദിച്ചു. ചില ചാനലുകളെ CPM വിലക്കെടുത്താലും തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ല കോൺഗ്രസിന്റേതെന്നും നൌഫൽ തങ്ങൾ പറഞ്ഞു. പ്രതിഷേധ പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും വിവിധ ട്രേഡ് യൂണിയൻ, വ്യാപാരി വ്യവസായി, ബസ് ഓണേഴ്സ്, ഹോട്ടൽ അസോസിയേഷൻ, ഫർണിച്ചർ അസോസിയേഷൻ, സാമൂഹിക സാംസ്കാരിക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. നിലവിൽ കുമരമ്പത്തൂർ മുതൽ മേലാറ്റൂർ വരെയുള്ള ഗതാഗതം ദുസ്സഹമാണ്. റോഡിലെ കുഴികൾ കാരണം നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. CCN മണ്ണാർക്കാട്. 1.5 വർഷമായി ഖത്തറിലെ ജയിലിൽ കഴിയുന്ന ഭർത്താവ് ചെമ്പൻ അബ്ദുൽ നാസറിനെ മോചിപ്പിക്കാൻ പൊതുജനങ്ങളോട് സഹായം തേടി ഭാര്യ സുബൈദ. വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള അധികാരികൾക്ക് പരാതി നൽകിയതായും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഖത്തറിൽ അബ്ദുൽ നാസറിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്ഥാപനം ലാഭവിഹിതം നൽകാമെന്ന വ്യവസ്ഥയിൽ ഏറ്റെടുത്ത സ്പോൺസറും മാനേജരും വാഗ്ദാനം ലംഘിച്ചതാണ് കേസിന് ആധാരം. തുടർന്നുണ്ടായ സാമ്പത്തിക ബാധ്യതകളാണ് അബ്ദുൽ നാസറിനെ ജയിലിലാക്കിയത്. ജയിൽ മോചിതനായി നാട്ടിലെ വീടും പറമ്പും പണയം വെച്ച് 75 ലക്ഷം രൂപ സുഹൃത്തുക്കൾ മുഖേന കൈമാറിയെങ്കിലും തുക ഔദ്യോഗികമായി കൈമാറാത്തതിനാൽ മോചനം സാധ്യമായില്ല. നിലവിൽ 1 കോടി രൂപ അടച്ചാൽ മാത്രമേ ജയിൽ മോചിതനാവാൻ സാധിക്കൂ എന്നാണ് കുടുംബത്തിന് ലഭിച്ച വിവരം. ഞാൻ ഖത്തറിൽ ജയിലിലാണ്. അതുകൊണ്ട് ഖത്തറിൽ പെട്ടെന്ന് ഇറങ്ങാനുള്ള ശ്രമം ഞങ്ങൾ നോക്കുന്നത് സാമ്പത്തികമായിട്ടൊന്നും ഇല്ല. ആരും ഇറങ്ങാനുള്ളത് നമുക്ക് നേരിട്ട് കുടുംബങ്ങൾ ആരുമില്ല. അതുകൊണ്ട് ജയിലിന് അറിയാൻ പല നടപടികളും ചെയ്തു. 2 മോളുകളുണ്ട് പിന്നെ ഖത്തറിൽ ജയിലിലാണ്. കൂടുതൽ കാരണം എന്താണെന്ന് കമ്പനികൾ നടത്തിക്കൊണ്ടിരുന്ന സാമ്പത്തികമായിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം 2 ആൾക്കാര് ഈ കുടുംബം ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ സാഹചര്യത്തിൽ അബ്ദുൽ നാസറിന്റെ മോചനത്തിനും കുടുംബത്തെ സഹായിക്കാനും പൊതുജനങ്ങൾ കൂടെ നിൽക്കണമെന്ന് കുടുംബാംഗങ്ങൾ അഭ്യർത്ഥിച്ചു. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ നാസറിന്റെ മകൻ ഷൻഫാസ്, ഷൗക്കത്ത് അലി അരീക്കോട് എന്നിവരും പങ്കെടുത്തു. CCN മലപ്പുറം. ദേശീയ ഹാൻഡ് സർജറി ദിനത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. കൈയുടെ ആരോഗ്യം സംരക്ഷിക്കുക, കൈ ശസ്ത്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുക, കൈ ശസ്ത്രക്രിയ വിദഗ്ധരെ ആദരിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ഇപ്പം കൈയിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് വീണ്ടും വരാൻ ഒരു ചെറിയ പെർസെൻറ്റേജ് ആണ് ഉള്ളത്. സാധാരണ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ പെർസെൻറ്റേജ് വളരെ കുറവാണ്. പക്ഷെ എന്നാലും അത് ചെയ്താൽ ഒരു ചെറിയ പെർസെൻറ്റേജ് എപ്പോഴും ഉണ്ട് അത് തിരിച്ചു വരാൻ. പക്ഷെ ആ പെർസെൻറ്റേജ് വളരെ കുറവാണ്. ഒരു 1 to 2% മാത്രമേ ഉള്ളൂ.
അത് ചില ആൾക്കാർക്ക് മാത്രമേ വരുള്ളൂ. അത് വന്നാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ ചിലപ്പം ഷുഗർ ഉള്ളപ്പം നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അത് ശരിയാവില്ല. കാരണം അത് ഇവിടുത്തെ നരമ്പിൻ്റെ കുഴപ്പമല്ല, അത് മേളിൽ ഇങ്ങനെ വരുന്ന നരമ്പിൻ്റെ കുഴപ്പങ്ങളാണ്. അത് ബോഡീൻ്റെ ബോഡി നരമ്പിനെ ബാധിക്കപ്പെടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ബോഡീനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം, എന്നിട്ടാണ് നരമ്പ് നോക്കുക. അപകടങ്ങളിൽ കൈക്കും വിരലുകൾക്കും സംഭവിക്കുന്ന പരിക്കുകൾക്ക് എങ്ങനെ പ്രഥമ ശുശ്രൂഷ നൽകണമെന്നും അറ്റുപോയ അവയവങ്ങൾ ആശുപത്രിയിൽ എത്തിക്കേണ്ട ശരിയായ രീതികളെക്കുറിച്ചും ശില്പശാലയിൽ പ്രത്യേക പ്രദർശന ക്ലാസുകൾ നടന്നു. കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് മൈക്രോവാസ്കുലർ സർജൻമാരായ ഡോക്ടർ തുഷാര KR, ഡോക്ടർ ജിതിൻ ജോസ് തോമസ്, ഡോക്ടർ മുഹമ്മദ് നജീബ് കൊല്ലേരി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. കുട്ടികൾ ഓടിക്കളിക്കുന്ന അതൊക്കെയാണ് സൈക്കിൾ ചെയിൻ, ഫാൻ, ഇതൊക്കെ നമുക്ക് ഇതെല്ലാം സ്ഥിരം ഇതിനുള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിൽ കൈയിടുക, സൈക്കിൾ ചെയിനിൽ നിന്ന് വീഴുക, സൈക്കിൾ ചെയിൻ റെഡിയാക്കുക. ഓക്കെ, ബൈക്ക് ചെയിനെ പറ്റിയൊക്കെ ഡോക്ടർ ജിതിൻ സംസാരിക്കും. അതിൻ്റെ വെച്ചിട്ട് ബൈക്ക് ചെയിൻ അതൊരു വേറൊരു ഏരിയ തന്നെയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരിക്ക് കാണുന്നത് വീട്ടിൽ നിന്ന് വരുന്ന പരിക്കുകൾ കാണുന്നത് ഞായറാഴ്ച ബൈക്ക് വൃത്തിയാക്കുമ്പോൾ വരുന്ന പരിക്കാണ്. അത് വിരലുകൾ നാലഞ്ചും വിരലുകൾ അറ്റുപോയ ലെവൽ വരെ വരാറുണ്ട്. വിരൽ തുമ്പ് മുതൽ അങ്ങനെ വരെ വരാറുണ്ട്. ആംബുലൻസ് ഡ്രൈവർമാർ, ട്രോമാ കെയർ പ്രവർത്തകർ, ബ്ലഡ് ഡോണേഴ്സ് കേരള പ്രവർത്തകർ, വുമൺസ് വേവ് വോളണ്ടിയർമാർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് വോളണ്ടിയർമാർ എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തു. കൈകളെ എങ്ങനെ സുരക്ഷിതമായി വെക്കാമെന്നുള്ളതാണ്. സോ അതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ കുറച്ചു വ്യത്യസ്തമായ ഒരു ക്ലാസ് എന്നുള്ള ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്രൂപ്പിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മളതൊരു വർക്ക്ഷോപ്പ് എന്നുള്ള നിലയിലേക്ക് മാറ്റിയത്. കുറച്ചുകൂടെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള കാര്യം, ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ രീതിയിൽ പരിക്കുകൾ സംഭവിക്കാം, അതിനെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും, അത് എങ്ങനെ നമുക്ക് ഒരുപക്ഷെ അതിനെ നമുക്ക് തടയാൻ പറ്റും, ഒരുപക്ഷെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഷോൾഡർ ആർത്തോസ്കോപ്പിക്സ് ആൻഡ് സ്പോർട്സ് ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുള്ള ഖലീൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുട്ടുമാറ്റിവെക്കൽ, എല്ല് പൊട്ടുന്ന ശസ്ത്രക്രിയ, അതേപോലെ തന്നെ കുട്ടികളുടെ ഓർത്തോപെഡിക്സ്, അതേപോലെ നട്ടലിനുള്ള ശസ്ത്രക്രിയ, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഓർത്തോപെഡിക് സർജറി അഥവാ എല്ല് രോഗ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗമായിരുന്നു. പിന്നീട് ഈ ഒരു 5-8 കൊല്ലങ്ങൾക്ക് ശേഷം ഈ കീഹോൾ സർജറി, അതായത് ഞാനിപ്പോൾ ആർത്തോസ്കോപ്പിക് സർജനാണ്, ഇതേപോലെ തന്നെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഈ കുട്ടികളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കുണ്ടാവുന്ന ഓർത്തോപെഡിക് സർജറി, അതേപോലെ നട്ടൽ സർജറി, ഇതെല്ലാം പല ഡിപ്പാർട്ട്മെൻറ്റായി വന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഒരു കയ്യിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റോ, ഒരു വല്ലാത്ത ചോദ്യമാണ്. ബിക്കോസ് കയ്യിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമുണ്ടോ? അപ്പോൾ ഞാൻ കൂടുതൽ ചെയ്യുന്ന ഷോൾഡറിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആവശ്യമുണ്ടോ? ബിക്കോസ് അത്രയും ഇന്നത്തെ സയൻസ് ടെക്നോളജി ഭയങ്കരമായിട്ട് ഉയരുകയും അതിനായിട്ട് ബിക്കോസ് അതുമാത്രം പരിക്കുകളും അതിനായിട്ട് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് തുറന്നാൽ മാത്രമേ, അല്ലെങ്കിൽ അതിനായിട്ട് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സ് ഉണ്ടായാൽ മാത്രമേ ഈ കോംപ്ലക്സ് ഇഞ്ചുറീസിനെ കൈകാര്യം ചെയ്യാൻ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് അതിന് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സും അതിന് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാനുള്ള കാരണം. ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷാഹുൽ ഹമീദ് NS, ഫിസിയോട്രിസ്റ്റ് ഡോക്ടർ ഷാഹിൻ KE എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മലപ്പുറം, പാലക്കാട് ജില്ലകളിലായി 7000-ലധികം ഹാൻഡ് സർജറികൾ വിജയകരമായി പൂർത്തിയാക്കിയ കിംസ് അൽ ഷിഫയിൽ ജന്മനാൽ കുട്ടികളിൽ കാണുന്ന വൈകല്യങ്ങൾ, കൈകളുടെ ചലനശേഷിക്കുറവ്, കൈവിരലുകളുടെ ചലനക്കുറവ്, നാഡീഞരമ്പുകൾക്കുണ്ടാകുന്ന പരിക്കുകൾ, കൈകളിലെ മുഴകൾ തുടങ്ങിയവയ്ക്ക് ചികിത്സ ലഭ്യമാണ്. CCN പെരിന്തൽമണ്ണ. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. ഇനിയുള്ള 10 ദിവസം മലയാളിയുടെ മനസ്സിലും മുറ്റത്തും പൂവിളിയും പൂക്കളവും നിറയും. ജാതിമത ഭേദമന്യേ ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കർക്കിടകത്തിന്റെ കറുത്ത കഷ്ടനഷ്ടങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ടാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ അത്തം ഇങ്ങെത്തുന്നത്. അത്തത്തിൽ തുടങ്ങി തിരുവോണം വരെയുള്ള ആ 10 നാളുകൾ കേരളീയർ ഓണമായി ആഘോഷിക്കുന്നു. മാവേലി മന്നനെ വരവേൽക്കുവാൻ ഓരോ വീട്ടിലും പൂക്കളം ഒരുക്കുന്നു. കാട്ടിലും മേട്ടിലും നടന്നു ശേഖരിച്ച പൂക്കളുടെ കാലം നീങ്ങിയെങ്കിലും അന്യനാടുകളിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തുന്ന പൂക്കൾ കൊണ്ട് നാം പൂക്കളം തീർക്കുവാൻ തുടങ്ങി. മഹാബലി ചക്രവർത്തി നാടു കാണാൻ എത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുവോണ ദിനത്തിന്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ തുടക്കം എന്ന നിലയ്ക്കും അത്തം ദിവസം അടയാളപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് CCN. തച്ചനാട്ടുകര, കരിമ്പുഴ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചോളോട് ഭാഗത്തെ മണ്ണാത്തി പാറത്തോട് പാലം തകർച്ചാ ഭീഷണിയിൽ. പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും തകർന്നു.
സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്ത പാലത്തിലൂടെയാണ് സ്കൂൾ വാഹനങ്ങളടക്കമുള്ളവ കടന്നുപോകുന്നത്. പാലത്തിന്റെ പ്രധാന സ്ലാബിനെ താങ്ങി നിർത്തുന്ന ഇരുവശങ്ങളിലെയും ഭിത്തികളുടെ കല്ലുകൾ ഇളകിമാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പാലത്തിന് ബലക്ഷയം ഉണ്ടാക്കിയിരിക്കുകയാണ്. കുണ്ടൂർകുന്ന് സ്കൂളിലേക്കുള്ള വാഹനങ്ങളും കരിമ്പുഴ, കരിപ്പമണ്ണ, ആറ്റാശ്ശേരി എന്നിവിടങ്ങളിലേക്ക് പോകുന്ന നിരവധി വാഹനങ്ങളും ഈ പാലത്തെയാണ് ആശ്രയിക്കുന്നത്. കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് പാലം അറ്റകുറ്റപ്പണി നടത്തി സുരക്ഷിതമാക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഈ പാലം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലാണ് വരുന്നത്. CCN ചത്തല്ലൂർ. തൊഴിൽ നിഷേധത്തിനും തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുമുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ മാസം 28-ന് ഓരോ പഞ്ചായത്തിലെയും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം, ഈ സാമ്പത്തിക വർഷം 5 കോടി തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അല്ലെ, 10.5 കോടി തൊഴിൽ ദിനങ്ങൾ വരെ കേരളത്തിന് നേരത്തെ അനുവദിച്ചിരുന്നു. ഈ വർഷം 5 കോടി മാത്രമാണ്. ഇത് കാണിക്കുന്നത് എന്താ? അല്ലെ, കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയിട്ടുള്ളതിന്റെ പകുതി പോലും പണി ഈ വർഷം ഉണ്ടാവില്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ ഗവൺമെന്റ് നീക്കത്തിനെതിരായി, തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരായി, കേന്ദ്ര ബജറ്റിൽ തുക വെട്ടിക്കുറച്ച് തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചതിനെതിരായി ഒക്കെ തന്നെ വലിയ രോഷത്തിലാണ്, പ്രതിഷേധത്തിലാണ്. ഈ പദ്ധതി ഇല്ലാതാക്കും എന്നുള്ള ആശങ്കയിലാണ് തൊഴിലാളികൾ. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നിലനിർത്തി, ഇത് ഇല്ലാതാക്കരുത്, നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ രാജ്യത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ പട്ടിണിപ്പാവങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് ഇത് നിലനിർത്തണം, ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. കൂലിയും ആനുകൂല്യങ്ങളും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് NREG വർക്കേഴ്സ് യൂണിയൻ. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക, കേരളത്തിന്റെ തൊഴിൽ ബജറ്റ് 5 കോടിയിൽ നിന്ന് 12 കോടിയായി ഉയർത്തുക, അനാവശ്യമായ NMMS സംവിധാനം എടുത്തുകളയുക, തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് പിൻവലിക്കുക, കൂലി 600 രൂപയാക്കുക, തൊഴിൽ ദിനം 200 ഉയർത്തുക, ജോലി സമയം രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണി വരെയാക്കുക, കൂലി കുടിശ്ശിക ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ഭാരവാഹികളായ അസൈൻ കാരാട്ട്, VP അയ്യപ്പൻ എന്നിവർ വ്യക്തമാക്കി. CCN മലപ്പുറം. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ 26-ാം മലപ്പുറം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 27-ന് മഞ്ചേരിയിൽ വെച്ച് നടക്കും. 2025-26 സീസണിലെ ടൂർണമെന്റുകളുടെ ഷെഡ്യൂൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SFA തീരുമാനിച്ചിട്ടുള്ളത് വളരെ ഹ്രസ്വമായ ഒരു സമയമാണ് മുന്നിലുള്ളത്. ലോക്കൽ ബോഡി ഇലക്ഷൻ, അതുപോലെ തന്നെ റംസാൻ മാസം, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ വളരെ ചെറിയൊരു സമയമാണ് സെവൻസ് ഫുട്ബോൾ സംഘടിപ്പിക്കുവാൻ ഇതിന്റെ സംഘാടകർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്ത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം 44 ടൂർണമെന്റുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ടൂർണമെന്റുകൾ ഒന്ന് കുറച്ചു കൊണ്ടുവന്ന് ഷെഡ്യൂൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി കൂടി SFA തീരുമാനിച്ചിട്ടുണ്ട്. മഞ്ചേരി ഹാളിൽ നടക്കുന്ന സമ്മേളനം നഗരസഭ ചെയർപേഴ്സൺ VM സുബൈദ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂപ്പർ ബാവ ഷറഫ് പതാക ഉയർത്തും. SFI സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ സംഘടന റിപ്പോർട്ട് അവതരിപ്പിക്കും. കഴിഞ്ഞ സീസണിലെ ജില്ലയിലെ മികച്ച ടൂർണമെന്റ് ടീം, കളിക്കാരൻ, വിദേശ താരം, ഗോൾ കീപ്പർ, ഡിഫൻഡർ, ഫോർവേഡ്, പ്രോമിസിംഗ് പ്ലെയർ എന്നിവർക്കുള്ള പുരസ്കാരം സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിക്കും. ജില്ലയിലെ 15 ടൂർണമെന്റ് കമ്മിറ്റികൾ, 13 ടീമുകൾ, റഫറി അസോസിയേഷൻ എന്നിവയെ പ്രതിനിധീകരിച്ച് 95 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. അടുത്ത 3 വർഷത്തേക്കുള്ള SFA ഭാരവാഹികളെ സമ്മേളനം തിരഞ്ഞെടുക്കും. ഉച്ചയ്ക്ക് ശേഷം ടൂർണമെന്റ് കമ്മിറ്റി അസോസിയേഷന്റെ ജില്ലാ സമ്മേളനവും ചേരും. വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ സൂപ്പർ ബാവ ഷറഫ്, യാഷിഖ് മഞ്ചേരി, സലാഹുദ്ദീൻ മമ്പാട്, ഷാഹുൽ കൊണ്ടോട്ടി, ലത്തീഫ് കൽപ്പകഞ്ചേരി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CCN മലപ്പുറം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2025-26 അധ്യയന വർഷത്തേക്കുള്ള UG PG പ്രവേശന നടപടികൾ ആരംഭിച്ചു.
സെപ്റ്റംബർ 10 വരെ വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ വി പി ജഗതിരാജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓപ്പൺ യൂണിവേഴ്സിറ്റി 5ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ 28 UG PG പ്രോഗ്രാമുകളിലേക്കും 3 സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കുമാണ് പ്രവേശനം ക്ഷണിച്ചിരിക്കുന്നത്. ഈ അധ്യയന വർഷം MBA MCA പ്രോഗ്രാമുകളും ആരംഭിക്കും. നൈപുണ്യ വികസനം, ഇരട്ട ബിരുദത്തിനുള്ള അവസരം, പബ്ലിക് ഡിജിറ്റൽ ലൈബ്രറി, പരീക്ഷാ നടത്തിപ്പിലെ കൃത്യത, അന്താരാഷ്ട്ര സാഹിത്യ സാംസ്കാരിക കായിക മത്സരങ്ങൾ എന്നിവ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 23 LSC ആയിരുന്നു. ഇത്തവണ നമ്മൾ ഒറ്റയടിക്ക് 45 LSC ആക്കി. അതായത് കുട്ടികൾക്ക് എളുപ്പം വന്നു പോയി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി നേരെ ഡബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു LSC എന്നൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് വരുന്നുണ്ട്. 3 lakhs to 6 lakhs ഒക്കെ ഒരു പെർ മന്ത് LSCക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. എന്നുവെച്ചാൽ കുട്ടികളെ സൗകര്യത്തിനനുസരിച്ചിട്ട് വന്ന് പഠിക്കത്തക്ക രീതിയിലുള്ള. ഈ തവണ മലപ്പുറത്ത് നേരത്തെ ഒരു മലപ്പുറം ഗവൺമെന്റ് കോളേജ് മാത്രമേ ഉള്ളൂ. ഇത്തവണ 3 LSC കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കുട്ടികളെ റിക്വസ്റ്റ് പ്രകാരം. എന്ന് വെച്ചാൽ ലൊക്കേഷൻ മലപ്പുറം ഒരു വലിയ ഡിസ്ട്രിക്ട്സ് അല്ലേ, അപ്പൊ അതിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് വന്ന് പഠിക്കാനായിട്ട് ഒന്ന് MES പൊന്നാനി കോളേജ്, ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പിന്നെ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് നിലമ്പൂർ, അങ്ങനെ 3 പുതിയ LSC നമ്മുടെ മലപ്പുറം ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ 55,000 സ്റ്റുഡൻസോളം പഠിക്കുന്നുണ്ട്. നമുക്ക് ആർക്കും പഠിക്കാം, ഏത് ഡിഗ്രി. അതുകൊണ്ട് TC വേണ്ട, ഏജ് ലിമിറ്റ്സ് ഇല്ല, റിസർവേഷന്റെ ഹാർഡിൽസ് ഇല്ല. പഠിക്കാൻ താല്പര്യമുണ്ടോ, ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ അവസരങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ പുതിയ ക്യാമ്പസിന് ഈ വർഷം തറക്കല്ലിടുമെന്നും അദ്ദേഹം അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ VP പ്രശാന്ത്, ഡോക്ടർ പ്രദീപ് കുമാർ എന്നിവരും പങ്കെടുത്തു. CCN മലപ്പുറം. രേഖകളില്ലാതെ KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 8 ലക്ഷം രൂപയുമായി ഒരാളെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുവള്ളി വാവാട് സ്വദേശിയായ വലിയോട്ടിൻകര വീട്ടിൽ മുഹമ്മദാണ് പിടിയിലായത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് IPSന്റെ നിർദ്ദേശപ്രകാരം ഓണത്തോടനുബന്ധിച്ച് പോലീസ് ടൗണിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് അനധികൃതമായി കടത്തുകയായിരുന്ന പണം കണ്ടെത്തിയത്. ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം. പെരിന്തൽമണ്ണ DYSP A പ്രേംജിത്ത്, ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ SI ഷുഹൈബും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പരിശോധന നടത്തിയത്. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് മണലായ തിരുത്തിൽ തോട് ജനവാസ മേഖലയിൽ കൂറ്റൻ മലമ്പാമ്പിനെ കണ്ടെത്തി. തുടർന്ന് മണലായ മെറ്റാലിക്ക ക്ലബ് പ്രവർത്തകരും പെരിന്തൽമണ്ണ ട്രോമ കെയർ പ്രവർത്തകരും ചേർന്ന് പാമ്പിനെ പിടികൂടി. തിരുത്തിൽ തോട് പ്രദേശത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തൊഴിലുറപ്പ് ജോലിക്കിടെയാണ് ജീവനക്കാർ മലമ്പാമ്പിനെ കണ്ടത്. പിടികൂടിയ മലമ്പാമ്പിനെ പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. തലക്കോട്ടുണ്ടാവട്ടോ. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുഴിയിൽ വീണ് ഇനി ഒരാൾക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ആ കുഴിയിലിട്ട് മൂടുമെന്ന് അസീസ് ഭീമനാട്. കുമരമ്പത്തൂർ ഒലിപ്പുഴ റോഡ് തകർച്ചയിൽ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. വാഹനങ്ങളും പ്രതിഷേധക്കാർ തടഞ്ഞു. രേഖകളില്ലാതെ KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 8 ലക്ഷം രൂപയുമായി ഒരാളെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുവള്ളി വാവാട് സ്വദേശിയായ വലിയോട്ടിൻകര വീട്ടിൽ മുഹമ്മദാണ് പിടിയിലായത്. 1.5 വർഷമായി ഖത്തറിലെ ജയിലിൽ കഴിയുന്ന ഭർത്താവ് ചെമ്പൻ അബ്ദുൽ നാസറിനെ മോചിപ്പിക്കാൻ പൊതുജനങ്ങളുടെ സഹായം തേടി ഭാര്യ സുബൈദ. വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള അധികാരികൾക്ക് പരാതി നൽകിയതായും അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. ഇനിയുള്ള 10 ദിവസം മലയാളിയുടെ മനസ്സിലും മുറ്റത്തും പൂവിളിയും പൂക്കളവും നിറയും. ജാതിമത ഭേദമന്യേ ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.